10-ാം ഭാവത്തിലുള്ള 10-ലെ കണ്ടകശനിയാണ്. ജന്മവ്യാഴവും 10-ലെ കണ്ടകശനിയും കൂടെ ഉണ്ടായിരുന്ന ആ അനുഭവം കുറച്ച് മുന്നോട്ട് മാറും. ഇപ്പം ധനസ്ഥാനത്തിലേക്ക് വ്യാഴം മാറും. ആ സമയത്ത് ദാമ്പത്തികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവുമെങ്കിലും സാമ്പത്തികപരമായിട്ടും വിദ്യാപരമായിട്ടുമുള്ള ഉയർച്ചകളുണ്ടാവും. അതുപോലെ തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ജോലി മേഖലയിൽ കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ളൊരു സാമ്പത്തിക പ്രതിഫലം കിട്ടാതിരുന്നതിൻ്റെയും ഒരു അംഗീകാരം കിട്ടാതിരുന്നതിൻ്റെയൊക്കെ ഒരു മാറ്റം ഈ വർഷം വരും. അതിനനുസരിച്ച് ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ദശാകാലങ്ങളും കൂടി പരിശോധിച്ച് ജാതകത്തിലെ 10-ാം ഭാവത്തിന് ബലം വരുന്ന കാര്യങ്ങളും കൂടി ചെയ്തുകൊണ്ട് വേണം കണ്ടകശനി കാലഘട്ടത്തിലൂടെ പോകാൻ. ഇപ്പോൾ 10-ലെ കണ്ടകശനി വരുമ്പം നമ്മൾ ആ സമയത്ത് ഇത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അല്ലെങ്കിൽ ലൈഫിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കർമ്മമേഖലയിൽ വരാത്തതിൻ്റെ ഒരു റീസൺ നമ്മുടെ ജാതകത്തിലെ 10-ാം ഭാവത്തിൻ്റെ ബലക്ഷയമാണ്. അവിടെ ബലപ്പെടുത്താൻ നോക്കണം. ആ 10-ാം ഭാവത്തിനെയും നിങ്ങളുടെ ദശാനാഥനെയും അപഹാരനാഥനെയും ഒക്കെ ബലപ്പെടുത്തിക്കൊണ്ട് ഈ കണ്ടകശനിക്കുള്ള പരിഹാരങ്ങളും ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കർമ്മത്തിലും തടസ്സം ഉണ്ടാവില്ല. പ്രകൃതിയിൽ എത്ര കർമ്മം ചെയ്താലും ഫലം കിട്ടേണ്ടത് പ്രകൃതിയുടെ ഒരു നമുക്ക് ആ ചുറ്റുപാടുകൾ അനുകൂലമായിട്ട് വരണം. അത് അനുകൂലമായി വരുന്നതിനും ഗുണമായിട്ട് വരും. അപ്പം കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉയർച്ചയും ഒരു അംഗീകാരമൊക്കെ ലഭിക്കുകയും ചെയ്യും. അതെന്തായാലും ഈ മെയ്ക്കപ്പുറം മെയ് ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലായി തുടങ്ങും എന്നുള്ളതാണ്. മാറ്റങ്ങളുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ജോലിഭാരം നട്ടെല്ലിനെയും സന്ധികളെയും ശാരീരിക ബുദ്ധിമുട്ടുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ടുള്ള പോസ്റ്റർ, ഇരിപ്പും നിപ്പും നടപ്പും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്ട്രെച്ചിങ് പോലുള്ള എക്സസൈസ് ശീലമാക്കുക. സ്ട്രെച്ചിങ് എക്സസൈസ് യോഗയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മതി. സ്പിരിച്വലായിട്ടുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് മഹാവിഷ്ണു പ്രീതി മുഖ്യമാണ്. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതുപോലെ തന്നെ 10-ാം ഭാവത്തിൻ്റെ കണ്ടകശനിക്കുള്ള പരിഹാരമായിട്ട് എന്താ പറയുക, ശാസ്താവിനെ ആശ്രയിക്കുന്ന ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഒക്കെ കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോവുകയും ചെയ്യും. ഡെയിലി ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റാണ്. ഇത്ര ഓടിയിട്ടും എത്തുന്നില്ല, നമുക്ക് എപ്പോഴും അങ്ങ് തടസ്സങ്ങളും ക്ഷീണമൊക്കെ ആയിരിക്കും. അപ്പം ടൈം മാനേജ്മെൻറ്റ് പ്രധാനമാണ്. ഓഫീസിലെ ഗോസിപ്പുകളിൽ നിന്നും അനാവശ്യ തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ വർഷം ഉറപ്പായിട്ടും മെയ്ക്ക് ശേഷമൊക്കെ ശരിക്കും മാറ്റം വരുമ്പോഴത്തേക്ക് ഗുണമായിട്ട് വരികയും ചെയ്യും.